അന്നു തൊട്ട് എല്ലാ ആണുങ്ങളുടെ മുഖവും ഞാൻ അയാളുടെ മുഖമായി മാത്രമേ കണ്ടുള്ളൂ. എനിക്കാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, എന്റെ ഉണ്ണേട്ടനെ പോലും. ഇനി ഒരിക്കലും ഉണ്ണേട്ടനെ ഞാൻ വിഷമിപ്പിക്കില്ല. പറയൂ, എന്നോട് ക്ഷമിക്കില്ലേ? പറയൂ, എന്നോട് ക്ഷമിക്കില്ലേ? ഉണ്ണേട്ടാ, ഉണ്ണേട്ടാ, ഉണ്ണേട്ടൻ നടക്കണ്ട, ഒരിടത്തിരിക്കൂ. എനിക്ക് ഇവിടെ നടന്ന് കാണണം. എന്നാൽ ഞാൻ വീൽ ചെയർ എടുത്തോണ്ട് വരാം. വരൂ, ഇവിടെ ഇരിക്കൂ. ഞാൻ ഇപ്പൊ വരാം. അപ്പൊ വീൽ ചെയറൊക്കെ കരുതിയിരിക്കുകയാണല്ലേ? അയ്യോ അമ്മേ, ഭഗവാനേ, ഭഗവതിയേ, അയ്യോ. പതുക്കെ. അമ്മേ, കാപ്പി. വേണ്ട ഡോക്ടറെ, സൂചി ചേർന്നാണെങ്കിലും ഭയങ്കര വേദനയാ. ഇഞ്ചക്ഷൻ വേണ്ട, ഞാൻ അതിനും കൂടെ ചേർത്ത് ഗുളിക കഴിച്ചോളാം. ഗുളിക കഴിക്കണ്ടപ്പോ ഗുളിക കഴിക്കണം, ഇഞ്ചക്ഷൻ വേണ്ടപ്പോ ഇഞ്ചക്ഷൻ എടുക്കണം. കമ്മോൺ ഉണ്ണി, കുട്ടികളെ പറ്റും സില്ലിയായാലോ? നോക്കൂ ഉണ്ണേട്ടാ, അസുഖം മാറാൻ വേണ്ടിട്ടല്ലേ? പ്ലീസ്, ഞാൻ പിടിച്ചു തരാം. ഒട്ടും വേദന ഉണ്ടാവില്ല. ആ, അങ്ങനെ. ഇപ്പോഴോ? ഞാൻ പറഞ്ഞില്ലേ? ഡോക്ടർ പോവല്ലേ, ചായ എടുക്കാം. വിത്തൗട്ട് അറിയാം. അങ്ങനെ എന്തെല്ലാം പാടുപെട്ടതാണ്. ചേട്ടൻ എങ്ങനെയുണ്ട്? നീ പരിഭ്രമം കാണിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഉണ്ണിക്ക് വേറെ വിശേഷമൊന്നുമില്ല, മനസ്സിന് വിഷമം ഉണ്ടാകുന്നു. ഞാൻ കത്തിൽ എഴുതുന്നല്ലോ. ഉണ്ണി, ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. ആ രാജു, ഉർമിളെ, നീ വാ. വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലടാ. എല്ലാരും ആയല്ലോ ഇപ്പൊ. അവര് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? ചെല്ല, കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. ഇപ്പൊ കൊണ്ടുവരാം. എപ്പടി? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ ഞാൻ രോഹിണിയെ മാറ്റിയെടുക്കുന്നു. ഇപ്പൊ നീ പറ, അന്ന് കണ്ട രോഹിണിയാണോ ഇത്? ആണോ ഓർമ്മളെ? വിശ്വസിക്കാൻ കഴിയാത്ത ചേഞ്ചാണ്. സത്യത്തിൽ ഇത്രയും സ്നേഹവും അനുസരണയുള്ള ഒരു ഭാര്യ ഈ ലോകത്തിൽ വേറെ ഒരാൾക്കും കാണില്ല, അറിയോ? ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്നായിരിക്കും നീ ആലോചിക്കുന്നത്. ഒക്കെ നമ്മുടെ ഡോക്ടറുടെ ബുദ്ധിയാ. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടൊടുവില് തോറ്റ് സുല്ലും പാടി ഇരിക്കുമ്പോഴാണ് ഡോക്ടർ വരെ അടവെടുത്തത്. എനിക്ക് ഭയങ്കര രോഗമാണെന്ന് ഡോക്ടർ ഒരു കാച്ചി. ഹാർട്ട് പോക്കാണത്രേ. ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം, ചികിത്സിച്ച് ഭേദമാക്കാവുന്ന സ്റ്റേജ് കഴിഞ്ഞു എന്നൊക്കെ അല്ലേ ഡോക്ടറെ? അതെ. എവിടെ? എനിക്കൊരു അസുഖവും ഇല്ല. കുറെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കും, കുറെ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കും, അത്ര തന്നെ. പാവൻ രോഹിണി പേടിച്ചു പോയി കേട്ടോ. അതുകൊണ്ടെന്താ,
ഇപ്പൊ ഞാൻ വരച്ച വരയിൽ നിൽക്കും. അത്രയ്ക്ക് അനുസരണയും സ്നേഹവുമായി എന്നോടിപ്പോ. സത്യത്തിൽ എനിക്ക് ശരിക്കും രോഗം തന്നെയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നു. ചിലപ്പോ ഞാൻ കാണാണ്ട് എന്നെ നോക്കിയിരുന്ന് കരയും. എനിക്കങ്ങോട്ട് ചിരി വന്നിട്ടുണ്ടല്ലോ. You dirty cheat! നിങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരെക്കാളും വൃത്തികെട്ടവനാണ്. I hate you. I hate you. I hate you. രോഹിണി, രോഹിണി. Shut up. നിങ്ങളൊക്കെ ചതിയന്മാരാണ്. നിങ്ങളുടെ വർഗം മുഴുവൻ. രോഹിണി, രോഹിണി കാര്യം മനസ്സിലാക്കാനാണ് ക്ഷോഭിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി എന്താണ് മനസ്സിലാക്കാനുള്ളത്? സഹതാപം കിട്ടാൻ വേണ്ടി സ്വന്തം മരണത്തിന്റെ കള്ളക്കഥ പറഞ്ഞു നടക്കുന്ന നിങ്ങളെ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതി എന്നെ തന്നെ മറന്ന് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ കളിയാക്കി ചിരിക്കായിരുന്നു അല്ലേ? നിങ്ങൾ ഡോക്ടറല്ല. ഈ ചതിക്ക് മുഴുവനും കൂട്ടുനിന്ന കള്ളനാണ് നിങ്ങൾ. രോഹിണി, ദേവി ചതി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനിയും നിങ്ങൾ പറയുന്നത് കേൾക്കാനോ? പുതിയ കളവുകൾ വിശ്വസിക്കാനോ? രോഹിണിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതൊന്നും കളവുകളല്ല എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? യെസ്, വിശ്വസിച്ച മതിയാവും. ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളി പാവം, അയാളത് അറിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു നാടകമാണിതെന്ന് ഞങ്ങൾ ഇയാളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു. ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിലെങ്കിലും സുഖവും സന്തോഷവും എന്തെന്നറിയട്ടെന്ന് കരുതി. ഓരോ തവണയും ഉണ്ണി മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ഉള്ളിൽ കരയായിരുന്നു ഇവരെല്ലാവരും. ഡോക്ടർ പറയുന്നതാണ് സത്യം. രോഹിണി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രോഹിണിയോടല്ല, ഈ പാവ ഉണ്ണിയോടാണ്. ഉണ്ണിയോട് മാത്രം. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഉണ്ണി, രോഹിണി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇത്തിരി സ്നേഹത്തിന് വേണ്ടിയായിരുന്നു. സ്നേഹത്തിന് വേണ്ടി